أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ألف الألف النظام مدح أعلى العالي عال أول السطور بسم الله بدء القال قال أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയെ വേണ്ട രീതിയിൽ മഹബത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹബത്ത് കൊണ്ട് ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ പരിപാവനമായ സ്വർഗീയ സുവനത്തിൽ മുത്തിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം കടന്നു. 7 ദിനരാത്രങ്ങൾ നമ്മിൽ നിന്നും കടന്നു. 8ാമത്തെ ദിനത്തിലാണ് നാം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഒരു മുഅ്മിനിനോട് ചോദിക്കേണ്ട കാര്യമില്ല. ചെറുപ്പം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ഓരോ മുസ്ലിമും മനസ്സിലാക്കി വെക്കുന്ന കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും നാമവും അവിടുത്തെ ഹിജ്റയും അവിടുത്തെ വഫാത്തും. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവ്വലുമാ യജിബു അലൽ ആബാ, മാതാപിതാക്കളുടെ മേൽ ഒന്നാമതായി നിർബന്ധമായ കാര്യം മനസ്സിലാക്കി തരുന്നത്, മാതാപിതാക്കളുടെ മേൽ ഒന്നാമതായ ഉത്തരവാദിത്തം, നിർബന്ധ ബാധ്യത ഒരു കുട്ടിക്ക് വകതിരിവാകുന്ന സമയത്ത്, കാര്യങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് അവനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവന്റെ നേതാവിന്റെ പേര്. ആ നേതാവ് ജനിച്ച സ്ഥലം എവിടെയെന്ന്. മൗലിദുഹു ബിൽ മക്ക വഹിജ്റതുഹു അൽ മദീന വമദ്ഫനുഹു അൽ മദീന. ജനിച്ചത് മക്കയിലാണെന്നും ഹിജ്റ മദീനയിലേക്കാണെന്നും വഫാത്ത് മദീനയിലാണ് എന്നും ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കണം. ഹിജ്റ നിർബന്ധമില്ല, പക്ഷേ ജനനവും മരണവും എവിടെയെന്ന് നിർബന്ധമായിട്ടും നാം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വലിന്റെ പ്രാധാന്യം എന്ത്?
എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് വന്നിട്ട് ഇന്നേക്ക് 1500 വർഷം കഴിഞ്ഞു. 1501 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നും ആ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യ സ്പർശനത്തിന് വേണ്ടി ലോകം കേഴുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം ലോകത്ത് ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹബ്ബത്തുർ റസൂലിന്റെ പ്രമേയവും അത് തന്നെയാണ്. ബഹുമാനികളെ, എന്തുകൊണ്ട് സമസ്ത അങ്ങനെ പ്രമേയം വെക്കുന്നു? സമസ്ത എങ്ങനെ എന്തെങ്കിലും ഒരു പ്രമേയം വെക്കണമെങ്കിൽ അതിന് കാരണമുണ്ടാകും. ഉണ്ട് ബഹുമാനികളെ, നമുക്കേവർക്കും അറിയാം, ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത് കാരുണ്യമുള്ള മനസ്സാണ്. ഒരുപാട് മഹത്തുക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകം കീഴടക്കിയവരുണ്ട്. ഒരുപാട് വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കിയവരുണ്ട്. വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചവരുണ്ട്. ലോകത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഉത്തമമായ സ്വഭാവം കൊണ്ട്, കാരുണ്യം കൊണ്ട്, സഹനം കൊണ്ട് മാനവ മനസ്സിനെ കീഴടക്കിയ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നും കരുണ പറ്റിയതായ ഈ ലോകം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിയുന്നു. കരുണ പറ്റിയതായ ലോകം. ബഹുമാനികളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷതയെയാണ് ഉൾക്കൊള്ളേണ്ടത്. എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷത? ആരാണ് തങ്ങളുടെ സ്വഭാവ സവിശേഷതയെ ഐഡന്റിഫൈ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, അങ്ങ് മഹത്തായ സ്വഭാവത്തിന്മേലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ബഹുമാനികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരിക്കൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അദ്ദിദ് ലനാ അഖ്ലാഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് കിടന്നിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അദ്ദിദ് ലനാ അഖ്ലാഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എണ്ണിക്ലിപ്തപ്പെടുത്തി തരാൻ പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, ഹൽ തഅരിഫുൽ അദ്ദ, നിനക്ക് എണ്ണ അറിയാവോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, നിനക്ക് എണ്ണാൻ അറിയാവോ? അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അതെ, എണ്ണാൻ അറിയാം. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവിന്റെ വിഭവങ്ങൾ നീ ഒന്ന് എണ്ണിത്തരൂ. എണ്ണാൻ അറിയാമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ അതൊന്ന് തെളിയിക്ക്. ദുനിയാവിന്റെ വിഭവങ്ങൾ നീ ഒന്ന് എനിക്ക് എണ്ണിക്ലിപ്തപ്പെടുത്തി തരാൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ലാ യുഹ്സ, അത് എണ്ണിക്ലിപ്തപ്പെടുത്താൻ കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വിഭവങ്ങൾ എത്രയാണുള്ളത്, അതെങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുക? അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദുനിയാവിന്റെ വിഭവങ്ങൾ എണ്ണിത്തരാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങൾ എനിക്ക് എങ്ങനെയാ എണ്ണിത്തരാൻ കഴിയുക? കാരണം എന്താണെന്നറിയോ? ദുനിയാവിന്റെ വിഭവങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദ്ദുനിയാ മതാഉൻ എന്നാണ്, ഖലീൽ എന്നാണ്. ദുനിയാവിന്റെ വിഭവങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിന്റെ വിഭവങ്ങൾ വളരെ നിസ്സാരമാണ്, വളരെ കുറച്ചാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞെന്താണെന്നറിയോ? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അദീം എന്നാണ്, ഭയങ്കരമെന്നാണ്, മഹത്തായതെന്നാണ്. അപ്പോ
നിസാരമായതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയടോ മഹത്തായ അതിബൃഹത്തായ ഒന്നിനെ നിനക്ക് ക്ലിപ്തപ്പെടുത്തി തരാൻ എങ്ങനെയാണ് കഴിയുക എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ്. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും ലോകത്ത് ശ്രദ്ധീകരിക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? ശ്രദ്ധിക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുണ്ട യുഗത്തിൽ ഒന്നും അറിയാത്ത ആ സമൂഹത്തെ എല്ലാ ലോകത്തിനു മുമ്പിൽ വലിയ മാതൃകയാക്കി മാറ്റി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇന്നും ലോകം ശ്രദ്ധിക്കുന്നത്. അന്നത്തെ ആ മനുഷ്യർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾ സ്രഷ്ടാവിന് ഉപകാരം ചെയ്യുന്നത് പോലെ തന്നെ, സ്രഷ്ടാവിന് നന്ദി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾ നന്ദിയുള്ളവരാകണം, എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ഈ ഒരു അധ്യാപനമാണല്ലോ ബഹുമാനികളെ ഇന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാമനാക്കുന്നത്. എല്ലാവർക്കും നിങ്ങൾ ഉപകാരം ചെയ്യണം, നന്ദിയുള്ളവരാകണം, ഉപകാരികളാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഉപകാരിയാകേണ്ടത് എന്നും പഠിപ്പിച്ചു കൊടുത്തു. ഉപകാരം ചെയ്യണമെന്ന് മാത്രമല്ല പഠിപ്പിച്ചു കൊടുത്തത്, പിന്നെയോ നിങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ ഒരു ഉപകാരിയായിട്ട് മാറുക എന്നുകൂടി പഠിപ്പിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുകയാണ്, അൽ ഇഹ്സാനു ലൈസ അൻ തുഹ്സിന ഇലാ മൻ അഹ്സന ഇലൈക. നീ ഒരു ഉപകാരിയായ നല്ലൊരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിനക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്ക് നീ ഉപകാരം ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം എത്ര ശ്രദ്ധേയമാണ്. തങ്ങൾ പറയുകയാണ്, നീ നല്ല ഒരു മനുഷ്യത്വമുള്ള ഉപകാരമുള്ള ഒരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ലൈസ, നിനക്കങ്ങനെ ആകാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഏത് രീതിയിൽ? അൻ തുഹ്സിന ഇലാ മൻ അഹ്സന ഇലൈക, നിന്നിലേക്ക് ഉപകാരം ചെയ്ത ആൾക്ക് ഉപകാരം ചെയ്യുന്നതിലൂടെ നല്ലൊരു ഉപകാരിയായിട്ട് മാറാൻ നിനക്ക് കഴിയില്ല. പിന്നെയോ എപ്പോഴാണ് നീ ഒരു ഉപകാരിയാണെന്ന് പറയുന്നത്? അൻ തുഹ്സിന ഇലാ മൻ അസാഅ ഇലൈക, നിനക്ക് ഏതെങ്കിലും രീതിയിൽ വിഷമമുണ്ടാക്കിയ, പ്രയാസമുണ്ടാക്കിയ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അപ്പോഴാണ് നീ ഒരു ഉപകാരിയായിട്ട് മാറുന്നത്. നോക്കൂ ബഹുമാനികളെ, ലോകത്താരെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ എപ്പോഴാണോ നിനക്ക് കഴിയുന്നത്, അപ്പോൾ നീ ഉപകാരിയായിട്ട് മാറുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നല്ല സ്വഭാവത്തിന്റെയും നല്ല ഒരു മാതൃകയായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തിന്റെ സമയത്ത് വഫാത്താകാൻ വേണ്ടി കിടക്കുകയാണ്. ആ സമയത്താണ് ജൂതനായ അയൽവാസിയെ വിളിച്ചു വരുത്തുന്നത്. ജൂതനായ അയൽവാസിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് സഹൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലയോ സഹോദര, നമ്മൾ അയൽവാസികളായിട്ട് കുറെ നാളുകളായി ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലേ? എന്നാൽ നിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രാത്രി കാലമാകുമ്പോ നിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ അതെല്ലാം വൃത്തിയാക്കുന്നു, ആരും അറിയാതെ അതെല്ലാം ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ മക്കൾ മാത്രം താമസിക്കുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നീ അത് ശ്രദ്ധിക്കണം കേട്ടോ. ജൂതനായ മനുഷ്യനോട് പറയുകയാണ് സഹൽ റളിയല്ലാഹു തആല അൻഹു. എന്താ പറയുന്നത്? നിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് എനിക്ക് പ്രയാസമുണ്ടാക്കുന്ന, പല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല മാലിന്യങ്ങളും എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രാത്രി കാലത്ത് ഞാൻ അതെല്ലാം വൃത്തിയാക്കുന്നു, ആരും കാണാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. ബഹുമാനികളെ, ഈ ജൂതൻ ചോദിക്കുകയാണ്, അല്ലയോ സഹൽ തങ്ങളെ, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാകുമ്പോഴും എന്തെല്ലാം ഉപകാരങ്ങളാ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നത്? എന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വീട്ടുകയല്ലായിരുന്നോ നിങ്ങൾ?
എന്നിട്ടും എന്തുകൊണ്ട് ഇത് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ സഹൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ നേതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നത് അൻ തുഹ്സിന ഇലാ മൻ അസ്സഅ ഇലൈക, നിനക്ക് പ്രയാസമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നീ നന്ദി ചെയ്യുക എന്നതാണ്. നന്മ ചെയ്യുമ്പോഴാണ് നീ ഒരു നന്മയുള്ളവനാകുന്നത്, നീ ഒരു നല്ല പ്രവർത്തനം ചെയ്തവനായി തീരുന്നത്. അപ്പൊ ഈ ഉപദ്രവം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നോട്ടെ, അതിനോടൊപ്പം ഞാൻ നന്ദി ചെയ്യുമ്പോഴാണല്ലോ ഞാനൊരു ഉപകാരിയായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഇതെന്റെ മക്കൾ ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ബഹുമാനികളെ യഹൂദിയായ മനുഷ്യൻ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അഷ്ഹാദത്ത് ചൊല്ലിയെന്നാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയെന്നാണ്. ബഹുമാനികളെ, ലോകത്തിന് മുമ്പിൽ ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന ഉപകാരങ്ങൾ, നന്മകൾ വളരെ വലുതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ നാം മനസ്സിലാക്കാതെ പോകരുത്. വ്യക്തിപ്രഭാവത്തെ മനസ്സിലാക്കാതെ പോയാൽ നമുക്കുള്ള നഷ്ടം അത് എത്രയോ വലുതായിരിക്കും. കാരണം ആ പ്രവാചകനെ അറിയുവാനും വിശ്വസിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയിട്ട് ആ വ്യക്തിപ്രഭാവത്തെ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും എന്നുള്ളതാണ്. തങ്ങൾ വഫാത്തായി പോയല്ലോ, പിന്നെന്താ ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ട് എങ്കിലും മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരാന്നറിയോ? മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്. മഹാനവറുകൾ പറയുന്നു, ഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യ. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ പ്രവാചകന്റെ ഹുർമത്ത്, അതുപോലെ തന്നെ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷവും ആ ഹുർമത്ത് വിശ്വാസികൾ കാത്തു സൂക്ഷിക്കണമെന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും അല്ല ബഹുമാനികൾ, ഒരുപാട് ഹദീസുകൾ പഠിച്ച വലിയ മഹാപണ്ഡിതനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ആരെങ്കിലും അല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നാം ഉൾക്കൊള്ളേണ്ടത്, ആ രീതിയിലാണ് നാം പരിഗണിക്കേണ്ടത്. എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നറിയുമോ? മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ അന്നത്തെ ഗവർണറായ ഖലീഫയാകുന്ന അബൂ ജഅഫർ എന്നവർ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു ഖലീഫ അബൂ ജഅഫർ എന്നവർ. മദീന പള്ളിയിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാലിക് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അബൂ ജഅഫർ എന്ന് പറയുന്ന ഖലീഫ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തു, സംസാരിച്ചു. സംസാരത്തിനിടയിൽ അബൂ ജഅഫർ എന്ന് പറയുന്ന ആ ഖലീഫയുടെ ശബ്ദം ഉയർന്നു. അപ്പോൾ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ശബ്ദം ഉയർത്തരുത്. ഖലീഫയോടാണെന്ന് ഓർക്കണം, ആരും പറയാൻ ധൈര്യപ്പെടൂല. മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവിടെ നിന്ന് ശബ്ദം ഉയർത്തരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് റൗള ശരീഫിന്റെ ഓരമാണ്, റൗള ശരീഫിന്റെ സമീപമാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, ഹിജ്റ 100-ന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾ വഫാത്തായി 100 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഖലീഫയോട്, ഇവിടെ നിന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു സമൂഹത്തിന് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദബ് പഠിപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു അത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്, ഫൗക സൗത്തിൻ നബി, നബിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കരുത് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, സംസാരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കുകയും അരുത്.
ലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ തങ്ങളുടെ മുമ്പിൽ സവിധത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് അദബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക?